കാവ്യ എന്ന പേരിന് പകരം മലയാളികൾ എപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നാണ്. അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേത്രിയില്ല. ഒരു ഫാദേഴ്സ് ഡേയുടെ ആഘോഷം തീരും മുൻപ് തന്നെ കാവ്യയ്ക്ക് അച്ഛനെ നഷ്ടമായിരിക്കുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ മാധവന്റെ അന്ത്യം ചെന്നൈയിൽ വെച്ചായിരുന്നു. കണ്ണിൽ പെട്ടെന്ന് ഇരുട്ടു കയറുന്നു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ പോയ പി മാധവൻ പിന്നീട് ഉണർന്നില്ല. നടി കാവ്യ മാധവന്റെ അച്ഛൻ പി മാധവന്റെ വിയോഗ വാർത്തയറിഞ്ഞ ഞെട്ടലിലാണ് കുടുംബം മുഴുവൻ. ചെന്നൈയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം. കൊച്ചി വെണ്ണലയിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം എത്തിച്ചപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയിലായിരുന്നു കാവ്യ. അവസാനമായി അച്ഛനെ ഒന്ന് കാണാൻ നിരവധി പേരാണ് കൊച്ചിയിലെ വെണ്ണല എന്ന വീട്ടിലെത്തിയത്. സിനിമാ താരങ്ങളിൽ ആദ്യം എത്തിയത് നടി ജോമോളായിരുന്നു. പിന്നാലെ ഓരോരുത്തരായി എത്തി. അപ്പോഴാണ് കാവ്യ മാധവന്റെ വിലക്ക് മാധ്യമങ്ങൾക്കുണ്ടായത്. വീടിനകത്തേക്ക് ഒരൊറ്റ മാധ്യമങ്ങളെയും കടത്തിവിടണ്ട എന്ന തീരുമാനത്തിലായിരുന്നു കാവ്യ. അക്ഷരം പ്രതി ദിലീപ് അതനുസരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. ആദ്യം 1-2 മാധ്യമങ്ങളെ കടത്തിവിടാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് മൃതദേഹം എത്തിച്ചതോടെ ആരെയും കടത്തിവിടില്ല എന്നറിയിക്കുകയായിരുന്നു. 2 വർഷമായി ചെന്നൈയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. മൃതദേഹം ഇന്നലെ വൈകിട്ട് 3-ന് എറണാകുളം വെണ്ണല സഫയർ കോർട്ടിലെ വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 10:30-ന് ഇടപ്പള്ളി ശ്മശാനത്തിൽ വച്ചാണ് നടന്നത്. ഭാര്യ ശ്യാമള, മകൻ മിഥുൻ ഓസ്ട്രേലിയയിൽ ഫാഷൻ ഡിസൈനറാണ്. മിഥുന്റെ ഭാര്യ റിയയും ഓസ്ട്രേലിയയിൽ തന്നെ താമസമാണ്. നീലേശ്വരത്ത് സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനം നടത്തിയിരുന്നു. കാവ്യ സിനിമയിൽ സജീവമായതോടെ ബിസിനസ് അവസാനിപ്പിച്ച് എറണാകുളം വെണ്ണലയിലേക്ക് താമസം മാറ്റി. മകൾ മഹാലക്ഷ്മിയുടെ പഠനത്തിനായി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറ്റിയപ്പോൾ മാധവനും ഒപ്പം പോവുകയായിരുന്നു. നീലേശ്വരത്ത് സുപ്രിയ എന്ന പേരിൽ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലാണ് മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നത്. വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായപ്പോഴും കാവ്യക്കൊപ്പം അച്ഛൻ നിന്നു. കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജമായിരുന്നു. വീട് മാറി ചെന്നൈയിലേക്ക് പോയെങ്കിലും കൊച്ചിയിലെ അയൽവാസികൾ പി മാധവൻ എന്ന മാധവൻ ചേട്ടനെ സ്നേഹത്തോടെ തന്നെ ഓർക്കുന്നു. വലിയ ഒരു സിനിമാ താരത്തിന്റെ അച്ഛനാണെന്നോ ദിലീപിന്റെ ഭാര്യാപിതാവാണെന്നോ ഉള്ള തലക്കനമൊന്നുമില്ലാത്ത മനുഷ്യനായിരുന്നു പി മാധവനെന്ന് അയൽവാസികൾ പറയുന്നു. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായി മാറുകയായിരുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി. പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായി. ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛനായിരുന്നുവെന്നതാണ് വസ്തുത.